മുന്നണിക്കുള്ളിൽ കൂറുമുന്നണി. UDFിലാണ് നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കാൻ ഇടതുപക്ഷ പാർട്ടികളുടെ കൂറുമുന്നണി ഉണ്ടാകുന്നത്. ഇതേക്കുറിച്ച് അവർ പറയുന്നത് CPM-നെതിരെ വിശാല പ്ലാറ്റ്ഫോം, ഇടതുപക്ഷ കക്ഷികളുടെ വിശാല പ്ലാറ്റ്ഫോം അത് രൂപീകരിക്കാനുള്ള ശ്രമമാണെന്നാണ്. സംസ്ഥാനത്ത് CPM നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിയുടെ അപജയം അത് തുറന്നു കാട്ടി തങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യമത്രേ. UDFിലെ ഇടത് കക്ഷികളായ RSP, CMP, RMP എന്നീ കക്ഷികൾ ഇത് സംബന്ധിച്ച് ആശയവിനിമയം നടത്തി. ഫോർവേഡ് ബ്ലോക്കും ഇവർക്കൊപ്പം ഉണ്ടാവും. ഭിന്നിച്ചു നിൽക്കാതെ ഒരുമിച്ച് നീങ്ങാനാണ് തീരുമാനം. ഇടതുപക്ഷ ആശയങ്ങളുള്ള വ്യക്തികളെയും ഗ്രൂപ്പുകളെയും ഇതിന്റെ ഭാഗമാക്കും. അതിന്റെ സാധ്യതകൾ തേടാൻ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണിനെ RSP ചുമതലപ്പെടുത്തി. പുതിയ കൂട്ടായ്മ ഒരു കൂറുമുന്നണിയല്ലെന്നും വിശാല ഇടതുപക്ഷ ഐക്യമാണ് ലക്ഷ്യമിടുന്നതെന്നും ഷിബു ബേബി ജോൺ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞുവെങ്കിലും അവരുടെ യഥാർത്ഥ ലക്ഷ്യം കൂറുമുന്നണി തന്നെയാണ്. മതനിരപേക്ഷതയും സാമ്പത്തിക കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു കൂട്ടായ്മയായിരിക്കുമെന്നാണ് ഷിബു ബേബി ജോൺ വലിയ വായിൽ പറയുന്നത്. CPM-ന്റെ മാഫിയവൽക്കരണവും അക്രമ രാഷ്ട്രീയവും ഉൾപ്പെടെ തുറന്നു കാട്ടുമത്രേ. ആദ്യപടിയായി സെമിനാർ ഉൾപ്പെടെ ആലോചിക്കുന്നുണ്ടെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. RMP നേതാവ് N വേണുവാണ് ഇത്തരമൊരു ആശയവുമായി CMP ജനറൽ സെക്രട്ടറി CP ജോണിനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കണ്ടത്. RSPയുമായി ഫോർവേഡ് ബ്ലോക്കുമായി ചർച്ച നടത്തണമെന്ന് CP ജോൺ നിർദ്ദേശിച്ചു. RSPയിൽ വിഷയം ചർച്ചയാകുന്നതിന് മുമ്പ് കഴിഞ്ഞ UDF യോഗത്തിന് ശേഷം ഇക്കാര്യം ഷിബു ബേബി ജോൺ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ധരിപ്പിച്ചിരുന്നു. ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്ന ഇടത് കക്ഷികളുടെ കൂട്ടായ്മയാണ് ലക്ഷ്യമെന്നും അതോടൊപ്പം CPM-നെതിരായ ബദൽ സംസ്ഥാനത്ത് കെട്ടിപ്പടുക്കുമെന്നുമാണ് ഷിബു ബേബി ജോൺ സതീശനോട് പറഞ്ഞത്. ഈ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഫോർവേഡ് ബ്ലോക്ക് നേതാവ് ദേവരാജനും പറഞ്ഞു. LDF ഉപേക്ഷിച്ച് ഇടതുപക്ഷ അജണ്ട ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും കർഷക തൊഴിലാളികൾക്കും വേണ്ടി നിലകൊള്ളുന്നുവെന്നും CP ജോൺ പറഞ്ഞു. ഇതൊക്കെയാണ് നേതാക്കൾ പുറത്തു പറയുന്നതെങ്കിൽ അവരുടെ ലക്ഷ്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അർഹിക്കുന്ന പ്രാതിനിധ്യം തന്നെയാണ്. കാരണം ഇവർ ഈ പറയുന്നത് മൊത്തം CPM-നെതിരെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് യഥാർത്ഥ ഇടതുപക്ഷ സംവിധാനം, ഇടതുപക്ഷ മുന്നണി ഇവരാണെന്ന് പറഞ്ഞു വെക്കുന്നു CPM-നെതിരെ അല്ലെങ്കിൽ CPI-ക്കെതിരെ. ഇവര് ഇടതുപക്ഷത്തുള്ള ഇടതുമുന്നണിയിലുള്ള പാർട്ടികളൊന്നും അല്ലല്ലോ. ഇവര് UDFിലെ പാർട്ടിയല്ലേ. ഇവര് അല്ലേലും UDF എതിർക്കുന്നത് ആരെയാ? CPM-നെയും CPI ഉൾപ്പെടുന്ന ഇടതുപക്ഷ മുന്നണിയാണ്, ഇടതുമുന്നണിയാണ്. അത് UDF ഒരുമിച്ച് നല്ലേ എതിർക്കുന്നത്. അപ്പോ ഇതിന്റെ യാഥാർത്ഥ്യം ഇവിടെ ഉള്ളവരെല്ലാരും അരിയാഹാരം കഴിക്കുന്നവരാ. ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കോൺഗ്രസിനെ മുൾമുനെ നിർത്താൻ, അവരെ ചൂണ്ടുവിരലിൽ നിർത്താൻ അതിനകത്തുള്ള UDFിനകത്തുള്ള ഒരു കൂറുമുന്നണി. ഒരുമിച്ച് നിന്നാൽ എല്ലാവർക്കും ഗുണം, ഒറ്റയ്ക്ക് നിന്നാൽ കോൺഗ്രസ് ചവിട്ടി തേക്കും. ഈ പറയുന്ന ആർക്കും 1, 2, 3 സീറ്റുകൾക്ക് അപ്പുറത്തേക്ക് UDFിൽ കിട്ടുന്നില്ല. ഇതിൽ RSPക്കാണ് 4 സീറ്റ് കിട്ടുന്നത്, CMPക്ക് 2, RMPക്ക് 1. ഫോർവേഡ് ബ്ലോക്കിനെ ഇത്തവണ പരിഗണിച്ചേക്കുമെന്നാണ് പറയുന്നത്. UDF മുന്നണി രൂപീകൃത സമയത്ത് വെറും 60 സീറ്റുകളിൽ മാത്രം മത്സരിച്ചിരുന്നു കോൺഗ്രസ്. ഇപ്പോഴെത്ര സീറ്റിലാക്ക? 93 സീറ്റുകളിൽ വരെ അവർ മത്സരിക്കും. കാലാകാലങ്ങളിൽ ഘടകകക്ഷികളുടെ സീറ്റുകൾ കവർന്നെടുത്ത് അവർ കൈക്കലാക്കി മത്സരിക്കും. ഇതിന് തടയിടാനാണ് ഈ കൂറുമുന്നണി. ഒരു സംശയവും വേണ്ട. അല്ലാതെ CPM-നെ ഒലത്താനല്ല. UDFിലെ കക്ഷികൾ ഒരുമിച്ചാൽ CPM-ന് എന്തുവാ? അവർക്കൊരു ഭീഷണിയില്ല, അവർക്ക് ചുക്കുമില്ല, അവർക്കൊരു ഭീഷണി ആവുകയുമില്ല.